നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും മഹിമയും പുകഴ്ചയും അനശ്വര കീർത്തിയും എല്ലാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാൻ ഏഴകൾ യോഗ്യരായി തീരണമേ. സകലവും നിവർത്തിക്കുവാൻ ശക്തിയുള്ളവൻ തിരുവചനത്താൽ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി. എല്ലാം സൃഷ്ടിച്ചവൻ കൃപാപൂർവം തളർവാദക്കാരെ സുഖപ്പെടുത്തി. അവൻ തൻ്റെ ശ്രേഷ്ഠാധികാരത്താൽ കടലിലെ ഓളങ്ങളിന്മേൽ നടന്നു. തൻ്റെ കർത്തൃശക്തിയാൽ കുരുടർക്ക് കാഴ്ച കൊടുത്തു. കരുണയുടെ സോപ്പായാൽ അവൻ അശുദ്ധരെ ശുദ്ധരാക്കി. ദയാധിക്യത്താൽ അവൻ പാപികളുടെ കറകൾ മായ്ച്ചു കളഞ്ഞു. അവന് സന്ധ്യാപ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യവുമോസോ ദഹായൻ ലോൽമീൻ. ആമീൻ. കർത്താവേ, നിന്റെ ബഹുലവും വിസ്മയനീയവുമായ കാര്യങ്ങൾ പുകഴ്ത്താൻ മതിയായ വചനം ആർക്കുള്ളൂ? നിന്റെ മഹത്വകരവും ദൈവീകവുമായ ശ്രേഷ്ഠ രഹസ്യങ്ങളെ വർണ്ണിക്കാൻ തക്ക പദങ്ങൾ എവിടെ? നിന്റെ ശ്രേഷ്ഠതയ്ക്ക് കാഴ്ചകൾ സമർപ്പിക്കാൻ തക്ക ജ്ഞാനമോ? നീ ഞങ്ങൾക്ക് ചെയ്ത വിസ്മയനീയ സഹായങ്ങളെ വർണ്ണിക്കാൻ തക്ക അറിവോ ഞങ്ങൾക്കില്ല. നിന്റെ തിരുനാമം അതിവിസ്മയനീയവും ശ്രേഷ്ഠവുമാകുന്നു. നിന്റെ ആഗമനം സൃഷ്ടികൾക്ക് ഗ്രഹിക്കാനാകാത്തതും നിന്റെ പ്രത്യക്ഷീകരണം വ്യാഖ്യാനാതീതവുമാണ്. സൃഷ്ടിയിൽ നീ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ രഹസ്യപൂർണവും നീ നൽകിയ സൗഖ്യങ്ങൾ ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞവയുമാണ്. വെള്ളത്താലുള്ള മാമോദീസായാൽ ഞങ്ങൾക്ക് നവജീവൻ നൽകുന്നതിൻ്റെ പ്രതീകമായി വെള്ളത്തെ നീ നല്ല വീഞ്ഞാക്കി തീർത്തു. പാപത്തിൽ നിന്ന് ലോകത്തെ ശുദ്ധീകരിക്കുന്നതിൻ്റെ പ്രതീകമായി നിന്നെ സമീപിച്ച കുഷ്ഠരോഗികൾ ശുദ്ധരായി തീർന്നു. ആത്മീയ കഷ്ടതകൾ നിവാരണം ചെയ്യുന്നതിൻ്റെ പ്രതീകമായി ശാരീരിക രോഗങ്ങൾ നീ സുഖപ്പെടുത്തി. ഞങ്ങളുടെ പാപത്തിരമാലകളെ ശാന്തമാക്കുന്നതിന് ദൃഷ്ടാന്തമായി ഒരു യജമാനനെ പോലെ സമുദ്രത്തിലെ തിരമാലകളെ നീ അടക്കി നിർത്തി. മാനുഷിക രീതിയിൽ നീ വെള്ളത്തിന്മീതെ നടന്നെങ്കിലും നിന്റെ വേഗത കുറഞ്ഞു പോയില്ല. പാതാളത്തിൽ മുഴങ്ങിയ നിന്റെ ശബ്ദത്താൽ ആടുകളെ നീ പേര് ചൊല്ലി വിളിച്ചു. ചുങ്കക്കാരെ കരുണയോടെ നീതീകരിക്കുകയും പാപികളെ മനുഷ്യസ്നേഹത്തോടെ പുണ്യപ്പെടുത്തുകയും ചെയ്തു. രോഗികളെ സൗഖ്യപ്പെടുത്തുകയും പിശാചുബാധിതരെ മോചിപ്പിക്കുകയും ചെയ്തു. ഉത്തമ വൈദ്യനും സത്യദൈവവുമായവനെ, ഈ സുഗന്ധധൂപമർപ്പിച്ച് നിന്റെ കരുണാവാതിലിൽ ഞങ്ങൾ മുട്ടിവിളിക്കുന്നു. സകല പാപികൾക്കും ആത്മശരീരങ്ങളുടെ പൂർണ്ണ സൗഖ്യവും സ്വസ്ഥതയും നൽകണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ യാചിക്കുന്നു. കാരുണ്യവാനേ, ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും ശുദ്ധീകരിക്കണമേ. നീ അനുതാപികളെ കൈക്കൊള്ളുന്നവനും കാണാതെ പോയവരെ കണ്ടെത്തുന്നവനും തകർന്നുപോയവരുടെ മുറിവുകൾ വെച്ച് കെട്ടുന്നവനുമാണല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോ വബുക്കുൽ സ്ബാൻ ലോൽമീൻ. ആമീൻ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ആമീൻ.